ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ സോസേജ് ആണ്. അതിന് ഞാൻ ഇവിടെ ചിക്കൻ സോസേജ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നീളത്തെയല്ല, കുറുകെ അരിഞ്ഞത്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ക്യാരറ്റ്, ക്യാപ്സിക്കം. ഇത് പച്ചയാ, ഏത് ക്യാപ്സിക്കം വേണമെങ്കിലും എടുക്കാം. ഇത് പച്ച ക്യാപ്സിക്കം ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് അരിയുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് പിന്നെ വട്ടത്തിൽ റൗണ്ടായിട്ട് അരിയണം. ഇതുപോലെ നമുക്ക് എല്ലാം റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കാം. രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് റൗണ്ടായിട്ട്. ഇനി ഇതിനകത്ത് വേണ്ടുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് ഞാൻ ശകലം എടുക്കുന്നുള്ള ഏരിയയുടെ അനുസരിച്ച് ഇട്ടാൽ മതി. ഒരു 1/4 സ്പൂണോളം കുരുമുളക്, ഒരു 1/4 സ്പൂണോളം ഗരം മസാല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എല്ലാം. ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ അരപ്പൊക്കെ ഇതിനകത്തുനിന്ന് കയറി പിടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് ചെയ്യാം. ഇതിപ്പോൾ അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ 15 മിനിറ്റ് മാറ്റി വെച്ചായിരുന്നു. ഇപ്പോൾ അരപ്പൊക്കെ പിടിച്ച് 15 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് അത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതൊരു മീഡിയം തീയിൽ വെച്ച് വേണം ആക്കാൻ. നമുക്ക് വറുത്തെടുക്കാം. ഈ ഒരു രീതിയിൽ വറുത്തെടുത്താൽ മതി. ഇനി നമുക്കത് കോരി മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കി ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം. ആ വറുത്ത എണ്ണയിലോട്ട് തന്നെ ഞാൻ 2 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇളക്കി കൊടുക്കണം. സവാള ഇതാവാനുള്ള ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സോസേജിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടില്ല. അത് അതിനകത്ത് ഉപ്പുള്ളത്, അതുകൊണ്ട് ഉപ്പിട്ടിട്ടില്ല. ഒന്ന് സവാള ഒന്ന് വാടാൻ വേണ്ടി ഉപ്പിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം.
നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് കളറെല്ലാം മാറി നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതൊരു മീഡിയം തീ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നന്നായിട്ടൊന്ന് ബ്രൗൺ നിറം ആവണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് അതൊന്ന് കുറച്ചൊന്ന് വഴണ്ട് വരട്ടെ. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി 2 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് നമുക്ക് വെന്ത് വരാൻ വേണ്ടി 2 മിനിറ്റ് അടച്ച് വെക്കാം. രണ്ട് മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്കൊരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കണം. ഇതൊരു 10 മിനിറ്റ് ആയിട്ട് നമുക്കിനി തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ കോരി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സോസേജ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കാം. ഒരു മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നോക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിൻ്റെ എരിയും ഉപ്പും എല്ലാം കറക്റ്റ് പരുവത്തിനാണോ നോക്കാം. ഇപ്പോൾ എരിവ് കുറവാണെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും എല്ലാം വേണം ഇട്ട് കൊടുക്കുക. ശകലം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക.
ഇത് ചപ്പാത്തിയുടെ കഴിക്കാൻ നല്ല സോസേജാണ്, നല്ല ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു മിനിറ്റ് കൂടെ അടച്ചു വെച്ചിരിക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഇട്ടുള്ളവർക്ക് ഇതിൻ്റെ മേളിൽ ഇപ്പം ഇച്ചിരി മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സോസേജ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കഴിക്കാൻ നല്ലൊരു കറിയാണിത്. ഇനി ഗ്യാസെല്ലാം ഓഫാക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ സോസേജ് ഒരു പാത്രത്തിലൂടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഭംഗിക്ക് നമുക്ക് സവാള ഒക്കെ വെക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ചപ്പാത്തിലൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. മല്ലിയില വേണ്ടുന്നവർക്ക് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ബൈ.